മന്നാ പ്രതിദിനമന്നാ സമൃദ്ധമായ ജീവൻ നൽകും മന്നാ. കയീന്റെ യാഗാർപ്പണത്തിന്റെ മനോഭാവം. 34:3. കുറേക്കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്നും യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. 4:5. കയീനും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. കയീൻ അഹങ്കാരിയായിരുന്നു. അതിനാൽ തൻ്റെ സ്വന്തം ധാരണയ്ക്കനുസരിച്ച് അവൻ ദൈവത്തെ സേവിച്ചു. ഭൂമിയിൽ നിന്നുള്ള ഫലം ദൈവത്തിന് അർപ്പിക്കുന്നതിനെക്കുറിച്ച് 3 ഒരു വചനവും ഇല്ല. ദൈവത്തിൻ്റെ നീതിയുടെ ആവശ്യകത നിറവേറ്റുന്നതിനായി രക്തം ചൊരിയുന്ന ഒരു യാഗത്തെയാണ് ദൈവം ആവശ്യപ്പെടുന്നത്. വീണുപോയ നഗ്നരായ വ്യക്തികളെ മറയ്ക്കുവാൻ കഴിയുന്ന യാഗമർപ്പിക്കപ്പെട്ട കുഞ്ഞാടുകളുടെ തോലുകളെയും അവൻ കരുതുകയാണ്. ആദാമും ഹവ്വയും തങ്ങൾ നഗ്നരാണെന്ന് കണ്ടെത്തിയപ്പോൾ അവർ അത്തിയിലകൾ കൊണ്ട് ഉണ്ടാക്കിയ അരയാട കൊണ്ട് തങ്ങളെ തന്നെ മറച്ചു. എന്നാൽ അത്തരം ആവരണത്തെ ദൈവം പരിഗണിച്ചില്ല. പാപയാഗങ്ങൾക്കായി ദൈവം ചില കുഞ്ഞാടുകളെ അറുക്കുകയും ആ കുഞ്ഞാടുകളുടെ തോലിൽ നിന്ന് മനുഷ്യനെയും സ്ത്രീയെയും മറയ്ക്കുവാൻ വസ്ത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ആദാമും ഹവ്വയും കയീനോടും ഹാബേലിനോടും ഇക്കാര്യം പറഞ്ഞിരിക്കുന്നു. ഹാബേൽ അവരുടെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ കയീൻ തന്നെ കൂടുതൽ ബുദ്ധിമാനായി കണക്കാക്കുകയും ദൈവത്തിൻ്റെ താൽപ്പര്യത്തെ അവഗണിക്കുകയും അവൻ്റെ വഴി സ്വീകരിക്കുവാൻ വിസമ്മതിക്കുകയും ചെയ്തു. അവൻ ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചില്ല, മറിച്ച് അവൻ്റെ സ്വന്തം ധാരണയ്ക്കനുസരിച്ച് അവൻ്റെ സ്വന്തം വഴി അഥവാ ഒരു സ്വന്തം മതം അവൻ കണ്ടുപിടിച്ചു. റോമർ 10:3 പൗലോസ് ഇങ്ങനെ പറയുന്നു: അവിശ്വാസികളായ യഹൂദന്മാരെക്കുറിച്ചാണ്. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. കയീൻ അവരുടെ മുൻഗാമിയായിരുന്നു. സ്വന്തം നീതി സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെയും ക്രിസ്തുവിനെ തൻ്റെ നീതിയായി സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ മാർഗത്തിന് സ്വയം കീഴടങ്ങാത്തതിൻ്റെയും ഒരു മാതൃക വെച്ചവനായിരുന്നു. ക്രിസ്തുവിന് പുറത്ത് അഥവാ ക്രിസ്തുവിനെ കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ, ആ ശ്രമമെല്ലാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം കയീൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുന്നവരുടേതാണ്. ദൈവത്തിൻ്റെ വെളിപ്പാടനുസരിച്ച് ദൈവത്തെ നമ്മുടേതായ രീതിയിൽ ആരാധിക്കുന്നത് അവനോടുള്ള അവഹേളനമാണെന്ന് നാം തിരിച്ചറിയണം. അതിനാൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവമഹത്വത്തിനായി ജീവിക്കാൻ ഈ ചെറിയ ചിന്തകൾ ഉതകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.